ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീന പോകാനെ കൊണ്ട് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അലീനയാണെങ്കിൽ ബ്രിജിത്ത മമ്മിയോട് ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയാണ്. എന്തിനാ മമ്മി ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ടത്? എനിക്കിപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വന്നില്ലയോ? എൻ്റെ കൂടപ്പിറപ്പുകളെയും അച്ഛനെയും അമ്മയും എല്ലാവരെയും വിട്ട് എനിക്ക് പോകേണ്ടി വന്നില്ലയോ ചോദിക്കുകയാണ്. അപ്പോൾ ബ്രിജിത്ത മമ്മി ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, നീ ഒരിടത്ത് തന്നെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടവളല്ല. നീ ഇവിടുന്ന് ഇനിയും പോയി നിനക്ക് അവിടെയും നിന്നെ ആവശ്യമുണ്ട്. നിന്നെ പരിചയപ്പെടുന്നവരെല്ലാം എന്നും നിന്നെ ഓർക്കും. നീ ഒരിടത്ത് തന്നെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതല്ല. അതുകൊണ്ട് നീ മറ്റൊരു സ്ഥലത്ത് പോയേ പറ്റൂ എന്ന് പറയും. അപ്പോൾ അലീനെ കൊണ്ടിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിച്ചില്ല. ബബിതയും കൃഷ്ണയും കൂടെ അവർ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചു നിന്നപ്പം അലീന പറഞ്ഞു, ഞാനിവിടെ വന്ന ഫസ്റ്റ് ദിവസം ഞാനിപ്പോൾ ഓർക്കുന്നു. അന്ന് ഞാൻ ഫുഡ് കഴിച്ചത് അടുക്കളയിലാണ്. അന്ന് ഇവിടുത്തെ സെർവൻ്റായിരുന്ന മോളി ആൻറ്റി എന്നെ ആശ്വസിപ്പിച്ച് ഞാൻ അടുക്കളയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ പറയും, ഞാൻ അന്ന് അനാഥയായിട്ടാണ് ഇവിടെ വന്നത്. അന്ന് ഞാൻ അടുക്കളയിലിരുന്ന് ആ ഫുഡ് കഴിച്ച്. ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ബബിത പറയും, ഒന്ന് നിർത്ത്, ഇത് കുറേ കേട്ടതാ, ആരും പറഞ്ഞു വിടുന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അലീന പോയി ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ ബബിതയും കൃഷ്ണയും കൂടെ വരും. എന്നിട്ട് ചോദിക്കും, ചേച്ചി റെഡിയായോ? ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നത് സെർവൻ്റായിട്ടല്ലേ, അപ്പോൾ അതുപോലെ തന്നെ പോയാൽ പോരെ. അതുകൊണ്ട് അന്നേരം ചേച്ചി ഇങ്ങോട്ട് വന്നത് സെർവൻ്റായിട്ടാണ്, ഇവിടുന്ന് പോകുമ്പോൾ സെർവൻ്റല്ലേ. ചേച്ചിക്ക് സഹോദരങ്ങളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനല്ല പോകേണ്ടത് എന്ന് കൃഷ്ണ പറയും. അച്ഛൻ പറഞ്ഞ് സാരി ഉടുക്കാൻ. അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈ ഡ്രസ്സ് മതി എന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും, ഞങ്ങൾ രണ്ടുപേരുടെ സാരി ഉടുപ്പിക്കുക. അങ്ങനെ അവർ രണ്ടുപേരുടെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഓർണമെൻറ്റ്സൊക്കെ ഇടിയിപ്പിച്ച് മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയാക്കി അലീനെ. ബാലേട്ടൻ ഗോവർദ്ധനളിയനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ കുളത്തൂപ്പുഴ അലീനെ കൊണ്ടുവിടാൻ പോവാം, ഇന്നിനി ഞാൻ വരത്തില്ല, ഞാൻ നാളെ വരത്തുള്ളൂ. അവർ കൊച്ചുങ്ങൾ തന്നെ അല്ലേ ആകത്തുള്ളൂ. അല്ല, അലീന ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരുമല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. എനിക്കിവിടെ ഇനി പിടിച്ചു നിൽക്കാൻ നല്ല എനർജി വേണ്ടായോ, അതുകൊണ്ട് ഒന്ന് റീചാർജ് ചെയ്യണം. നാളെ ഞാൻ ഇനി അവിടുന്ന് വരത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ നിലനിൽപ്പ്, എൻ്റെ നട്ടെല്ല് എല്ലാമായിരുന്ന അലീനയാണ്, പോവല്ലേ അവിടുന്ന് എന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ, നാളെ വന്നാൽ മതി എന്ന് പറയും. അലീനെ കൃഷ്ണയും ബബിതയും കൂടെ ആണെങ്കിൽ അലീനെ സുന്ദരിയാക്കിയിട്ടുണ്ട്. ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് സാരി ഉടുപ്പിച്ച് മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയാക്കി അലീന ഭാഗമായിട്ട് വെളിയിലോട്ട് വരുമ്പം നമ്മുടെ ബാലേട്ടൻ ഇറങ്ങി വരികയാണ്. ബാലേട്ടൻ പറയുക, ഞാൻ മനസ്സിൽ വിചാരിച്ച രൂപം ഇത് തന്നെയാണ്, ഇങ്ങനെ ആയിരിക്കണമെന്ന്. പക്ഷേ ഈ സ്ഥലവും ഈ സാഹചര്യവും അല്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരോടും പിന്നീട് യാത്ര പറയുകയാണ്. കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞും യാത്ര പറഞ്ഞു. രോഹിത്തിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാലേട്ടനാണെങ്കിൽ നമ്മുടെ അലീനെ കുളത്തൂപ്പുഴയൊക്കെ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ.